ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ഒരു 2 വീക്സ് മുന്നേ കുറച്ച് സ്കിൻ കെയർ പ്രൊഡക്റ്റും ഹെയർ കെയർ പ്രൊഡക്റ്റൊക്കെ ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇന്നൊക്കെ ആയിട്ട് വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന്. ഫസ്റ്റ് ടൈം ആട്ടോ ഞാൻ അൺബോക്സിങ് വീഡിയോ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. എൻ്റേതായ രീതിയിൽ ഞാൻ നിങ്ങൾ ഓപ്പൺ ചെയ്ത് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്കും അത് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നിങ്ങൾക്കും അത് പർച്ചേസ് ചെയ്യാമല്ലോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ചെറിയ ബോക്സിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ട് ഒരു മോയ്സ്ചറൈസർ ആട്ടോ, ആക്നെ മോയ്സ്റ്റിൻ്റെ ഒരു മോയ്സ്ചറൈസറാണ്. ഇത് ഞാൻ ഓപ്പൺ ചെയ്യാം. എടാ, ഇതല്ലടാ ഞാൻ ഓർഡർ ചെയ്ത സാധനം മാറിപ്പോയി കേട്ടോ. ഞാൻ ആക്ച്വലി ആക്നെ മോയ്സ്റ്റിൻ്റെ ക്രീമാണ് ഓർഡർ ചെയ്തത്. ഇത് ഞാൻ ഒരു 2 ഇയർ മുന്നേ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തായിരുന്നു. അപ്പോൾ എൻ്റെ കുറച്ച് ആക്നെ പ്രോൺ സ്കിന്നാണ്. അപ്പോൾ നന്നായിട്ട് പിമ്പിൾസ് വന്നപ്പം കൺസൾട്ട് ചെയ്തപ്പോൾ എനിക്കൊരു ആക്നെ മോയ്സ്റ്റിൻ്റെ ക്രീമാണ് ഈ തന്നെ. അപ്പോൾ അത് ഞാൻ 2 ഇയർ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം സാധാരണ ഞാനിവിടെ ഫാർമസിയിൽ നിന്ന് അത് മേടിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ബാംഗ്ലൂർ വന്നപ്പം ഞാൻ ഓൺലൈനിൽ ഒന്ന് ഓർഡർ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. സെയിം സാധനം ഞാൻ ഓർഡർ ചെയ്തു. പക്ഷേ എനിക്ക് വന്നത് ആക്നെ മോയ്സ്റ്റിൻ്റെ ക്രീം തന്നെയാണ്, പക്ഷെ വേറൊരു എന്തോ ബ്രാൻഡാണെന്ന് തോന്നുന്നു. സെയിം സാധനമല്ല. അപ്പോൾ അത് കാരണം ഇത് ഡോക്ടർ സജസ്റ്റ് ചെയ്തതായതുകൊണ്ട് എനിക്കിത് യൂസ് ചെയ്യാൻ കുറച്ച് പേടിയുണ്ട്. അപ്പം എന്തായാലും ആദ്യത്തെ സാധനം മാറിപ്പോയി. ഇനി ഇത് ഞാൻ റിട്ടേൺ അടിക്കേണ്ടി വരും. അടുത്തത് ഞാൻ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തായിരുന്നു. ഇതെനിക്ക് തോന്നുന്നു എൻ്റെ ഹെയർ സിറം ആയിരിക്കും. ഓപ്പൺ ചെയ്യാം. സോൾ ഫ്ലവറിൻ്റെ ടീ ട്രീ ഓയിലാണ്. അപ്പോൾ ഇത് ടീ ട്രീ എസെൻഷ്യൽ ഓയിൽ, ഇത് സിറം അല്ല, നമ്മൾ 100% കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള സിറമാണ്. അപ്പം ഓയിലാണ്. അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ എൻ്റെ മെയിൻലി എൻ്റെ ഹെയറിന് വേണ്ടിയിട്ടാണ്. എനിക്ക് കുറച്ച് ഒരു ഡാൻഡ്രഫിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പം കുറച്ച് ഡ്രൈ ആയി, സ്കാൽപ്പൊക്കെ ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്നുണ്ട്, അതൊരു ഇച്ചിനെസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം സാധാരണ ഞാൻ എൻ്റെ ഹെയറിൽ അങ്ങനെ ഓയിൽ ചെയ്യാറില്ല. സാധാരണ വെളിച്ചെണ്ണയാണെങ്കിലും തേച്ചിട്ട് കുറേ നാൾ ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഇനി ഹെയറൊക്കെ ഒന്ന് കെയർ ചെയ്യണമെന്ന് വിചാരിച്ചു. കാരണം ഞാൻ അല്ലാണ്ട് അങ്ങനെ ഹെയറൊന്നും അങ്ങനെ അധികം ഒന്നും ശ്രദ്ധിക്കാറുണ്ടായിരുന്നില്ല. ടീ ട്രീ ഓയിൽ ഇങ്ങനെ കണ്ടു, കുറേ പേര് റിവ്യൂ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഗൂഗിളിലൊക്കെ. അപ്പോൾ ഇതൊരു ആക്ച്വലി ആൻറ്റി ഫംഗലാണ്. അപ്പം ഇത് നമുക്ക് ആക്നെക്കും യൂസ് ചെയ്യാം, ഡാൻഡ്രഫിനും യൂസ് ചെയ്യാം. അപ്പോൾ രണ്ടും ഫംഗലിൻ്റെ പ്രോബ്ലംസ് ആണല്ലോ. അപ്പോൾ ഇത് ഒരു ഫ്യൂ ഡ്രോപ്സ് ഞാൻ നമ്മുടെ സാധാ വെളിച്ചെണ്ണയിൽ ഇങ്ങനെ ഒഴിച്ചിട്ട് ഒരു വൺസ് ഇൻ എ വീക്കാണ് ഞാൻ തലയിൽ സ്കാൽപ്പിൽ നന്നായിട്ട് മസാജ് ചെയ്യും. എന്നിട്ട് ഒരു 1.5 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ അത് ഞാൻ വാഷ് ചെയ്ത് കളയും, ഷാമ്പൂ ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയും. അപ്പം ഇതിപ്പോൾ ഞാനൊരു 2 months ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ 3rd ബോട്ടിലാണ് ശരിക്കും. അപ്പോൾ ഇത് എനിക്ക് നല്ല എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം എൻ്റെ സ്കാൽപ്പൊക്കെ നന്നായിട്ട് മോയ്സ്ചറൈസ്ഡായി, പിന്നെ ആ ഒരു സ്കിൻ ഇച്ചിനെസ് ഒക്കെ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുവരെ എനിക്ക് നല്ല ഹെയർ ഫോൾ ഉണ്ടായിരുന്നു. 2 വർഷം മുന്നേ എൻ്റെ ഹെയർ ഒന്ന് കളർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഹെയർ ഭയങ്കരമായിട്ട് ഡ്രൈ ആയി ഫ്രിസ്സി ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ ബോട്ടോക്സ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ബോട്ടോക്സ് ചെയ്യുമ്പോൾ നമ്മുടെ ഹെയർ ഒന്ന് സ്മൂത്ത് ആവുമല്ലോ. ബോട്ടോക്സ് ചെയ്തതിന് ശേഷം എൻ്റെ ഹെയർ ഭയങ്കരമായിട്ട് ഹെയർ ഫോൾ തുടങ്ങി. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ കൂടെ ഇതും കൂടെ. ഇത് ആക്ച്വലി ഹെയർ ഗ്രോത്ത് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല, പക്ഷേ എൻ്റെ ഹെയർ ഫോൾ ആക്ച്വലി കുറഞ്ഞിപ്പം. ഞാനിത് ആക്നെയ്ക്ക് വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഫേസിൽ. പക്ഷേ എനിക്ക് എൻ്റെ ഫേസിൽ അത്ര എഫക്റ്റീവായിട്ട് തോന്നിയില്ല. കാരണം ചിലപ്പോൾ ഓരോരുത്തരുടെ സ്കിന്നിനനുസരിച്ചായിരിക്കും. എനിക്ക് കുറച്ച് നമ്മുടെ എൻ്റെ ഓൾറെഡി കുറച്ച് ഡ്രൈ സ്കിന്നാണ് ഫേസ്. അപ്പം അത് കുറച്ചും കൂടെ ഡ്രൈ ആക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട്. അതുകൊണ്ട് ഞാനത് ഫേസിൽ ഇപ്പോൾ യൂസ് ചെയ്യാറില്ല, തലയിൽ പക്ഷേ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ അടുത്ത പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് സോൾ ഫ്ലവറിൻ്റെ തന്നെ റോസ്മേരി റെഡൻസിൽ ഹെയർ ഗ്രോത്ത് സിറമാണ്. ഇത് ഫസ്റ്റ് ടൈമാണ് പർച്ചേസ് ചെയ്യുന്നത്. അപ്പം ഞാനിങ്ങനെ കുറേ റോസ്മേരി ആക്ച്വലി നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുമെന്നൊക്കെ ഇങ്ങനെ കുറേ കണ്ടിട്ടുണ്ട് വീഡിയോസൊക്കെ. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു എസെൻഷ്യൽ ഓയിൽ തന്നെ മേടിച്ച് നോക്കാമെന്ന്. അപ്പം ഞാനിങ്ങനെ നോക്കുമ്പോൾ കുറേ പേര് ഇങ്ങനെ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സിറത്തിന്. അപ്പം ഞാൻ വെച്ചു സിറം മേടിക്കാം. അങ്ങനെ ഈ സിറം മേടിച്ചു. സിറം ആകുമ്പോൾ നമുക്ക് ജസ്റ്റ് ഇപ്പോൾ നമ്മൾ ഹെയറൊക്കെ കുളിച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും
ജസ്റ്റ് ഒന്ന് പമ്പ് ചെയ്ത് കൊടുത്താൽ മതിയല്ലോ. സ്പ്രേ ആയതുകൊണ്ട് ഈസി ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് ഹെയർ ഗ്രോത്ത് ബൂസ്റ്റ് ചെയ്യുമെന്നൊക്കെയാണ്. അപ്പം ഇത് ഞാൻ ആക്ച്വലി യൂസ് ചെയ്തിട്ടില്ല. ഇനി കേട്ടോ ഇതിൻ്റെ ബോട്ടിൽ വരുന്നത്. നമുക്കിതിങ്ങനെ ജസ്റ്റ് പമ്പ് ചെയ്യാമെന്നാണ് എഴുതിയിരിക്കുന്നത്. ഇത് ഓപ്പൺ ചെയ്യേണ്ടി വരും. ിട്ട് നനഞ്ഞിരിക്കുമ്പോൾ തന്നെ ഒന്ന് ഉണങ്ങിയിട്ടോ അപ്പോഴെങ്ങനെയും സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് തലയിൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ കുളിക്കുന്നതിന് മുന്നേ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് ഒരു മണിക്കൂറോ 2 മണിക്കൂറോ വെച്ചിട്ട് വാഷ് ചെയ്ത് കളഞ്ഞാലും മതി. ഇനി എന്ന് പറഞ്ഞിട്ട് ഈ വലിയ ബോക്സ് ആട്ടോ. ഇത് ഞാൻ വിൽവേന്ന് ഓർഡർ ചെയ്തിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വരുന്ന പ്രോഡക്റ്റ് ഈ വിൽവയുടെ ഗ്രേ ഫ്രൂട്ട് ലിപ് ബാം ആണ്. കുറച്ച് നാൾ മുന്നേ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ വേറെ പ്രൊഡക്റ്റ് യൂസ് ചെയ്തു. പക്ഷേ എനിക്ക് അത് യൂസ് ചെയ്യുമ്പോൾ അത്ര എഫക്റ്റീവായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ ഈ വിൽവയുടെ ഈ ഗ്രേ ഫ്രൂട്ട് ലിപ് ബാം എനിക്ക് നല്ല ചേഞ്ചസ് വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ലിപ്പൊക്കെ കുറച്ച് ഡയറക്റ്റ് ഈ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യുമ്പം ഭയങ്കരമായിട്ട് ഡാർക്കായിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ലിപ്സ്റ്റിക്കൊക്കെ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആണെങ്കിലും ലിപ് ബാം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ഡയറക്റ്റ് എഫക്റ്റ് ആവില്ലല്ലോ. അപ്പോൾ ഇത് ശരിക്കും നല്ല അങ്ങനെ ഓയിലി ഒന്നും അല്ല. പിന്നെ വരുന്നത് ഈ വിൽവയുടെ തന്നെ അണ്ടർ ഐ ക്രീമാണ്. കുറച്ച് ഗ്രീസി എന്ന് പറയാൻ പറ്റില്ല, പെട്ടെന്ന് തന്നെ ഇതായി പോകുന്ന ഒരു ഇതാട്ടോ. പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിൽ അത് സ്മഡ്ജായി പൊക്കോളും. ഓക്കെ, ഇനി നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് വിൽവയുടെ തന്നെ ഇത് ഗോട്ട് മിൽക്ക് ഷാംപൂ ആണ്. ഇത് ഞാൻ കുറേ പേര് റിവ്യൂ ചെയ്ത് കണ്ടു, കുറേ പേര് വീഡിയോസൊക്കെ ചെയ്ത് നല്ല അഭിപ്രായം കണ്ടിട്ട് മേടിച്ചതാണ്. അപ്പോൾ ഇത് ഫ്രിസ് ഹെയറിനൊക്കെ നല്ല യൂസ്ഫുൾ ആയിരിക്കും എന്ന് കണ്ടു. കാരണം എൻ്റെ ഇപ്പോൾ ഹെയർ ഭയങ്കരമായിട്ട് ഫ്രിസി ആയിട്ടുണ്ട് വീണ്ടും. അപ്പം ഇതൊന്ന് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് ഞാൻ വിൽവയുടെ നേരത്തെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന പ്രൊഡക്റ്റ് ഹെർബൽ ഷാംപൂ ആണ്. അത് ഹെർബൽ ആൻറ്റി ഡാൻഡ്രഫ് ഷാംപൂ ആയിരുന്നു. അത് നല്ല എഫക്റ്റീവായിരുന്നു. അപ്പം ഈ ഗോട്ട് മിൽക്ക് ഷാംപൂ ഫസ്റ്റ് ടൈമാണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. ഇതിന് കുറച്ച് പ്രൈസ് ഉണ്ട് കേട്ടോ, 590 ഒക്കെയാണ്. പക്ഷേ നമ്മളിപ്പം ഒരു വൺസ് ഇൻ എ വീക്കൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ പ്രശ്നമില്ല. നമുക്ക് കുറച്ച് നാളൊക്കെ ഇത് ഈ സെയിം ബോട്ടിൽ തന്നെ യൂസ് ചെയ്യാം. ഓക്കെ, അതാണ് പറഞ്ഞത്. പിന്നെ ഉള്ളത് ഒരു കണ്ടീഷണറാണ് കേട്ടോ, വിൽവയുടെ തന്നെ വിൽവ ക്രീം കണ്ടീഷണറാണിത് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഹെയർ ഒന്നും കൂടെ സ്മൂത്തൻ ചെയ്യാൻ, അതായത് ഈ ഷാമ്പു യൂസ് ചെയ്തിട്ട് നമുക്ക് കണ്ടീഷണറും കൂടെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഹെയർ കുറച്ചും കൂടെ സ്മൂത്തൻ ആവും എന്നാണ് ഇവർ പറയുന്നത്. ഫ്രിസി ഹെയറിന് തന്നെ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഫ്രിസി ഹെയറിനാണ്, ഡാമേജ് ഡ്രൈ ഹെയറിനൊക്കെ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം ഇനിയും നല്ല നല്ല വീഡിയോകളായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസൊക്കെ, അൺബോക്സിങ് വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ജസ്റ്റ് കമൻറ്റ് സെക്ഷനിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ഇനിയും വീണ്ടും അൺബോക്സിങ് വീഡിയോ ആയിട്ടൊക്കെ വരാം. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. ബൈ.